പിതാവെ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ഈ അടുത്തിടെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ്, മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു മനോഭാവം. ഇത്തരം ഒരു ഇരട്ടത്താപ്പ് നയത്തെ പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ന് വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. അതിൽ വളരെ പ്രത്യേകമായിട്ട് മുറിവേറ്റപ്പെടുന്നത് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസികളുമാണ്. സഭയെയും പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളെയും ഒക്കെ മോശമായിട്ട് ചിത്രീകരിക്കാനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളെ വളരെ നീചമായിട്ട് ചിത്രീകരിക്കാനുമൊക്കെ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൻ്റെ മറ്റൊരു പതിപ്പായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് സഭ നടത്തുന്ന സ്ഥാപനങ്ങളെയും സഭ നടത്തുന്ന അഗതി മന്ദിരങ്ങളെയും സഭ നടത്തുന്ന ആതുര സേവന രംഗങ്ങളെയുമൊക്കെ മോശമായിട്ട്, ഏറ്റവും നീചമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുക. ഇപ്പോൾ അമൽ ജ്യോതിയിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്നില്ല, മറിച്ച് സഭാ സ്ഥാപനങ്ങളോടുള്ള ഒരു വെറുപ്പും വിദ്വേഷവും വളർത്തുവാനും അതുവഴി അപ്രകാരം നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന രംഗങ്ങളെ നിശ്ചിതമായിട്ട് ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വളരുവാനുള്ള അവസരങ്ങൾ വളർത്തിയെടുക്കാനും പരിശ്രമിക്കുകയാണ്. ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വെല്ലുവിളി ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ട് നാം ദത്തശ്രദ്ധരാകണം, ജാഗ്രത പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനായിട്ട് പറ്റാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് കൂടുതൽ പ്രചോദനം നൽകുവാൻ ആരംഭിക്കുന്ന അഗതി മന്ദിരങ്ങൾ, സഭാസ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും പഠിക്കുവാനും ഏവർക്കും വിദ്യാഭ്യാസം നേടുവാനും വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ, അവയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ലാഭം കൊയ്തെടുക്കാമെന്ന് കരുതിയിട്ട് പരിശ്രമിക്കുന്നതല്ലേ ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്ന് സംശയിക്കുന്നു. ഈ അവസരത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.